മോഹൻലാലിനെതിരെ അപവാദ പ്രചാരണത്തിന്റെ നാളുകൾ. മോഹൻലാലിന്റെ കരിയറിൽ ഹിറ്റുകളെ പോലെ തന്നെ വമ്പൻ ഫ്ലോപ്പുകളും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും ഫാൻബേസ് ഉള്ള നടനാണെങ്കിലും മോഹൻലാലിന് തന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ വലിയൊരു വിഭാഗം ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് അവർ അപവാദങ്ങൾ കരക്കമ്പിയായാണ് പ്രചരിപ്പിച്ചിരുന്നത്. 86 മുതൽ 96 വരെയുള്ള ആദ്യ 10 വർഷങ്ങൾ മോഹൻലാലിന്റെ താരസിംഹാസത്തിന് ഇളക്കം തട്ടാത്ത കാലമായിരുന്നു. സിബിമലയിൽ ലോഹിതദാസ്, പത്മരാജൻ, കമൽ, പ്രിയദർശൻ തുടങ്ങിയ നല്ല ഫിലിം മേക്കേഴ്സിന്റെ കീഴിൽ ലാൽ തുടർച്ചയായി വിജയചിത്രങ്ങൾ ഉണ്ടാക്കിയ കാലം. പക്ഷേ 96-ൽ കഥ മാറി. ആ വർഷം കാലാപാനി, പ്രിൻസ് എന്നീ 2 ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റേതായി പുറത്തുവന്നത്. ഇതിൽ കാലാപാനി വിജയമായെങ്കിലും വലിയ മുതൽമുടക്ക് മൂലം നിർമ്മാതാക്കൾക്ക് കാര്യമായ ലാഭം ഉണ്ടായില്ല. പക്ഷേ ദ പ്രിൻസ് എന്ന ചിത്രം മോഹൻലാൽ ആരാധകരെ ഞെട്ടിച്ചു കളഞ്ഞു. അതിൽ മോഹൻലാലിന്റെ ചിരപരിചിതമായ ശബ്ദമായിരുന്നില്ല പ്രേക്ഷകർ കേട്ടത്. ചിത്രം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായി മാറി. അതോടെ അഭ്യൂഹങ്ങളും വരുന്നു. മോഹൻലാലിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണ്, സംസാരശേഷി പൂർണ്ണമായും നഷ്ടമാകും, അതാണ് ശബ്ദത്തിലെ മാറ്റം എന്നിങ്ങനെയായി പ്രചാരണങ്ങൾ. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല പ്രിൻസിലെ ശബ്ദത്തിന്റെ പ്രശ്നം. അത് തമിഴ് തെലുങ്ക് സിനിമയിലെ ചില ടെക്നീഷ്യൻസിന്റെ സൗണ്ട് മിക്സിന്റെ പ്രശ്നമായിരുന്നു എന്നായിരുന്നു മോഹൻലാൽ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയത്. പ്രിൻസിന് ശേഷം വന്ന ഐവിഷിയുടെ വർണ്ണപ്പകിട്ടിനും ലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനായില്ല. അതോടെ മോഹൻലാൽ ഔട്ടായി എന്ന പ്രചാരണം ഒരു കൂട്ടർ ശക്തമാക്കി. പക്ഷേ കൃത്യം ഒരു വർഷത്തിനുശേഷം 1997 സെപ്റ്റംബർ 5-ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് കോംബോയായ പ്രിയൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ചന്ദ്രലേഖ റിലീസ് ആകുന്നു. ശബ്ദം പോയി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ വിമർശിച്ച, തളർത്താൻ ശ്രമിച്ച ആ മനുഷ്യൻ അതേ ശബ്ദം കൊണ്ടും കുടുംബസസ്സുകൾ അയാളിൽ കാണാൻ കൊതിച്ച തലകുത്തി മറിച്ചിലും തമാശകളും കൊണ്ടും തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്നു. സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടെ വിവാദങ്ങൾ കാറ്റിൽ പറന്നു.